ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ വെള്ളയപ്പം ഉണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ്, ഒരു പാകത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ ചോറ്, പിന്നെ 3 ടേബിൾ സ്പൂൺ നാളികേരം ചിരകിയത്. ഇതാണ് നമുക്ക് ഇതിൽ വേണ്ട ചേരുവകൾ. ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് നമുക്കൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കിയതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പിന്നെ പാകത്തിന് വെള്ളം അതിലൊഴിച്ച് നമുക്ക് അടിച്ചെടുക്കണം കേട്ടോ. അപ്പം നമുക്ക് അതൊക്കെ ഇട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് ഞാനിപ്പോൾ ആ പാത്രത്തിൽ തന്നെ കഴുകി ഒഴിക്കുന്നുണ്ട് കേട്ടോ. അതൊഴിച്ച് വെള്ളം ചേർത്ത് നമുക്ക് അടിച്ചുകൊണ്ട് വരാം. അപ്പോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെ ഈ പാകത്തിനാണ് കിട്ടിയത്. അതിലേക്ക് അത് കഴുകി ഒഴിക്കാൻ മാത്രം വെള്ളം, കുറച്ച് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിക്കാം. അപ്പോൾ കറക്റ്റ് പാകത്തിനായി മാറ്റി വെച്ചു. നേരം വെളുത്തു, ഞാനിപ്പോൾ അത് നോക്കിയപ്പോൾ നല്ലോണം വീർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അത് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ഇളക്കി നോക്കട്ടെ ഞാൻ. അപ്പോൾ ഓക്കെ, നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ചട്ടി വെച്ച് നമുക്ക് പാനടപ്പത്ത് വെച്ച് ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റണതാണ്. പച്ചരി കുതിർക്കുക അങ്ങനെയൊന്നും വേണ്ട നമുക്ക്. പച്ചരി കുതിർത്തി തലേ ദിവസം വെച്ച് നേരത്തെ വെച്ച് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇത് വറുത്ത പൊടിയാണ്. വറുത്ത പൊടി ഒരു ഗ്ലാസ് പൊടി. അപ്പം ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസ് വറുത്ത പൊടിക്ക് ഉണ്ടാക്കണത് ഏകദേശം ഒരു 9 എണ്ണം എന്തായാലും കിട്ടും. ഞാൻ ഇത്രയ്ക്ക് തന്നെ ഉണ്ടാക്കാറുള്ളൂ. ഇപ്പോൾ 2 പേരല്ലേ ഉള്ളൂ വീട്ടിൽ, അത് കാരണം അത്രേ ഉണ്ടാക്കാറുള്ളൂ. ഇപ്പം എല്ലാവരും വരുമ്പോഴാണ് അങ്ങനെ കൂടുതലായിട്ട് ഉണ്ടാക്കണത്. ഇപ്പം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ്, ഈ അളവിൽ തന്നെയാണ് ഉണ്ടാക്കുക. അപ്പം നല്ല അടിപൊളി വെള്ളയപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താ കണ്ട ഇത്രയും നല്ല സ്മൂത്ത് വെള്ളയപ്പം, നല്ല പഞ്ഞി പോലത്തെ വെള്ളയപ്പം ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്ന് ബീഫും കായും കറിയാണുള്ളത്. അപ്പം അതും കൂട്ടി കഴിച്ചു നോക്കാം. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ എല്ലാവരും ട്രൈ ചെയ്യണം.